നന്ദി ഈശോയെ, വർഷം മുഴുവൻ കരം പിടിച്ചു നടത്തിയതിന്, കരഞ്ഞു കരഞ്ഞുറങ്ങേണ്ടി വന്ന രാവുകളിൽ എൻ്റെ കണ്ണുനീർത്തുള്ളികൾ ഒപ്പിയെടുത്ത് കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന്, രോഗക്കിടക്കയിൽ വല്ലാതെ വേദനിച്ചപ്പോൾ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നീ നടന്നാലും നിനക്കൊരനർത്ഥവും വരില്ല എന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ചതിന്, ചുറ്റുമുള്ളവരിൽ പലരും സ്നേഹം അഭിനയിച്ചും സ്നേഹം നിഷേധിച്ചും കടന്നുപോയപ്പോൾ മലകൾ അകന്നുപോയാലും കുന്നുകൾ മാറ്റപ്പെട്ടാലും എൻ്റെ സ്നേഹം നിന്നെ വിട്ടുപിരിയില്ല എന്ന് പറഞ്ഞ് വാരിപ്പുണർന്നതിന്, എൻ്റെ തലയിലെ ഓരോ മുടിയഴികളും നിന്റെ കണക്ക് പുസ്തകത്തിലുണ്ടെന്ന് ആവർത്തിച്ച് ഉറപ്പു തന്നതിന്, എൻ്റെ കാലുകൾക്ക് കരുത്തു പകരുവാൻ നീ അനുവദിച്ച സഹനങ്ങൾക്ക്, നിരാശയുടെ ആഴങ്ങളിലേക്ക് വഴുതി വീഴുമ്പോഴൊക്കെ നിന്നെ ശക്തനാക്കുന്നവനിലൂടെ നിനക്കെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന പ്രത്യാശ പകർന്നതിന്, ഇനിയും ഈ സഹനങ്ങൾ എടുത്തു മാറ്റില്ലേ ഈശോയെ എന്ന് വിളിച്ചു കരഞ്ഞപ്പോഴൊക്കെ എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണെന്ന് സൗമ്യമായി പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന്, ചങ്ങാതി ഇനി ഡിസംബർ 31-നും ജനുവരി 1-നും ഇടയ്ക്ക് ഒരു രാത്രിയുടെ അകലമേയുള്ളൂ. പാതിരാ കുർബാനയിൽ അൾത്താരയിലേക്ക് നോക്കി പറയണം, ഈശോയെ നന്ദി. കുർബാന തീരുവോളം ഉള്ളിൽ അങ്ങനെ ആവർത്തിച്ച് എല്ലാ സുഹൃത്തുക്കൾക്കും ദൈവത്തിന് നിങ്ങളോടുള്ള പദ്ധതികളെല്ലാം പൂവണിയുന്ന ഒരു വർഷമായി ഈ പുതുവർഷം മാറട്ടെ എന്നാശംസിക്കുന്നു.